KSRTC. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു അങ്കലാപ്പാണ് അല്ലേ? ഇതാ ഫ്രീ ആയി ബോഡി മസാജിങ്ങും സുഖചികിത്സയും ഒക്കെ തരുന്ന ഈ KSRTCയും കൂടി ഒന്ന് പരിചയപ്പെട്ടോളൂ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ആലപ്പുഴ, അമ്പലപ്പുഴ, കരുനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോകേണ്ട TP നമ്പർ 345 ടിക്കറ്റ് കൂപ്പൺ കൗണ്ടറിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. യാത്രക്കാർ തിക്കും തിരുക്കും കൂട്ടാ വന്ന് മേടിച്ചോണ്ട് പോകേണ്ടതാണ്. സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് വശത്ത് മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന വിലാസിനിയുടെ ശ്രദ്ധയ്ക്ക്. വിലാസിനി ഫ്ലൈൻ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞെങ്കിൽ ചുമ്മാ പത്രത്തിൽ കൈക്കൂലിയൊക്കെ മേടിച്ച് എഴുതി വിടണമെന്നേ, പണ്ടത്തെ പോലെയൊന്നുമില്ല. കള്ളന്മാരല്ലേ, ഇവനൊക്കെ കൈ കിട്ടേണ്ടല്ലോ, നല്ല അടിയാൻ വെച്ചു കൊടുക്കണം. ആ എന്താണോ ഇത്? മുടി വെട്ടിക്കാൻ പോയതോ? ഒരുപാട് കുറഞ്ഞു പോയോ? ഞാൻ ഈ മനുഷ്യന്റെ മുഖത്ത് എങ്ങനെ നോക്കും എൻ്റെ ഈശ്വര? ഈ ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടു കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ ഒരിക്കൽ പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ചുഴലിക്കാറ്റും പേമാരിയും മൂലം അറബിക്കടലിൽ മത്സ്യബന്ധനം പോയ ബോട്ട് മുങ്ങുകയും അങ്ങനെ ഒട്ടനവധി മത്സ്യങ്ങൾ ചത്തുപോവുകയും ചെയ്തു. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളാ കഴിയുന്ന ചെറിയ ചെറിയ സഹായം ചെയ്തണം. പൊന്നു സുഹൃത്തെ, രണ്ടു കാലിലും പാറമടയാണ് സാർ, എന്തെങ്കിലും തരണം സാർ. എന്ത് കഷ്ടം സാർ, പത്രം വായിക്കും സാർ, എന്തെങ്കിലും തരണം സാർ. രണ്ടു കാലിലും പാറമടയാണ് സാർ, പാവമാണ് ചാറ്റ തന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കട്ടപ്പന, കുമളി, വണ്ടൻമേട്, പീരുമേട് ഇതെല്ലാം മലമ്പ്രദേശങ്ങളാണ്. തറവാട്ടിൽ പിറന്ന പെങ്കൊച്ചു വരുന്നുണ്ട്. വല്ല പാവപ്പെട്ട കാരണന്മാരും വരുവായിരുന്നു ഇവിടെ പിടിച്ചിരുത്തിയിട്ട് എനിക്ക് അവിടെ നിന്ന് കഷ്ടപ്പെടാമായിരുന്നു. കഷ്ടപ്പെടട്ടെ. ബസ്സിലിരിക്കുന്ന മാന്യ യാത്രക്കാരെ ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടു കണ്ണുകൾക്കും കാഴ്ച നഷ്ടപ്പെട്ട ഒരു പാവം ചെറുപ്പക്കാരനാണ് ഞാൻ. നിന്റെ കാലിൽ മൊത്തം പാറമടയെന്ന് പറഞ്ഞ് പൈസ മേടിച്ചോണ്ട് പോയത്. നീ എന്നെ ആളക്കളിയാക്കണം. ഈ ബസ് ഇതുവരെ പോയില്ലേ? നേരത്തെ വന്ന് പോയത് ഇവനൊക്കെ ഇങ്ങനെ തുടങ്ങിയ മാന്യമാര്. തിരുവനന്തപുരത്തേക്ക് പോകണ്ട TP നമ്പർ 345 ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. ഓ, വണ്ടി പോകാൻ ഒരുപാട് സമയം എടുക്കുന്നു. ഒരു ചായ കുടിച്ചാലോ? ചേട്ടോ, ചായ ഉണ്ടോ ചേട്ടാ? ആ, ചായ ഉണ്ട്. ചായ പുട്ടോ? പുട്ടുമുണ്ട്. കോഴിയോ? കോഴിയുണ്ട്. എന്നാ പുട്ടെടുത്താ കോഴിക്ക് കൊടുക്കും. എൻ്റെ അടുത്ത് അവൻ്റെ സ്പോർട്സ്. ഞാൻ ആരുടെയൊക്കെ TP നമ്പർ 345 ഉടൻ തന്നെ സ്റ്റാൻഡ് വിട്ട് പോകേണ്ടതാണ്. 25 വർഷമായി ഞാനിത് തിരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അടുത്തിന്റെ കളി വേണ്ട കേട്ടാ. ഡ്രൈവർ തങ്കപ്പൻ, എടോ എത്ര പ്രാവശ്യമായി ഞാൻ ഇവിടെ കിടന്ന് അനൗൺസ് ചെയ്തു വണ്ടി എടുത്തോണ്ട് പോകണം. TP നമ്പർ 345. അവര് കൃത്യസമയത്ത് ജോലി ചെയ്തില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണവരെ. തന്നോട് തന്നെയാണ് പറഞ്ഞത് വണ്ടി എടുത്തോണ്ട് പോകാൻ. എന്റെ വണ്ടി നമ്പറാണോ? തങ്കപ്പ വണ്ടി എടുത്ത് പോയെന്ന് പറഞ്ഞാൽ ഇതന്നെ ബസിന്റെ പള്ള വലിച്ചു കയറുവാണ്. സാറേ, ഈ പോളിഷിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞ് ഇപ്പോഴെങ്ങാനും ഈ വണ്ടി പോകുമോ? ഈ വണ്ടി പോകുന്നില്ല. വണ്ടി എടുക്കും സാറേ, ഞങ്ങൾ കുറെ നേരം കയറി. ഇയാള് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ പോകും? ഇത് ബസ്സല്ലേ? നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ പറ്റുമോ? എടോ തങ്കപ്പ, തന്നോടല്ലേ പറഞ്ഞ യാത്രക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വണ്ടി എടുത്തോണ്ട് പോകണം. ഇയാൾ പരിഹസിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോകുന്നില്ല. ഡ്രൈവർ തങ്കപ്പനെ പരിഹസിക്കാതിരിക്കുക, അദ്ദേഹം ഒരു നാണം കുണുങ്ങിയാണ്. ഇതാരെ വിളിക്കുന്നത് നിങ്ങൾ? നിന്റെ അപ്പനെ. ഓ, ഞങ്ങളൊക്കെ കാരണന്മാരെ ഇങ്ങനെ വിളിക്കണേ. നിങ്ങൾ ഇങ്ങനെ വിളിക്കാൻ എന്താ റൗഡിയാണോ നിങ്ങൾ? ഇപ്പഴാ നിന്നെ ഞാൻ ശ്രദ്ധിച്ചത്. എങ്ങനെയുണ്ട് രജനീകാന്തിന്റെ വീട്ടിലെ മുടി? പടയപ്പ നല്ല രസമുണ്ട്. ബൈക്കോരും കൊണ്ട് ലോറി പോകും പോലെയുണ്ട്. ആളിറങ്ങണം, ഛർദിക്കണം. അതെ, മാവേലിക്കരയാണ്. വയറ് കാണുന്നില്ലല്ലോ. ഞാനും കുറെ നേരമായിട്ട് നോക്കുവാ. എടാ വൃത്തിയോട്ടവൻ, എന്റെ സ്റ്റാർട്ടിംഗ് വയറിന്റെ കാര്യമാണ് പറഞ്ഞത്. കുറെ നേരമായിട്ട് നോക്കുവാണെന്ന്. ആ വണ്ടിയുടെ മൂക്കിനകത്ത് കോലിട്ടിളക്കി ഇപ്പൊ അതിനെ തുമ്മിക്കൂലോ? ഇപ്പൊ ഈ ബസ് ഞാനിന്ന് അടിച്ചു പൊളിക്കും. കണ്ടക്ടർ കയറാനുണ്ടേ. ഇവർ ആരുടെ ഡെലിവറിക്ക് പോയത്?
സാറേ കാലത്ത് തന്നെ റബ്ബർ പാലാണ് കുടിക്കുന്നത്. റബ്ബപ്പാലല്ലടാ, ബബിൾക്കം. മോളെ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ടിക്കറ്റ്സ്. ഈ മാവേലിക്ക് ചേർത്തല. പേര് വന്നതേ മാവേലി നാട് എന്റെ പൊന്ന് സാറേ, ആ. ഈ പെണ്ണുമ്പിള്ളയുടെ വായിൽ നോക്കിയിരുന്ന വല്ല പാണ്ടി ലോറിയും വന്നിടിച്ച് ഞങ്ങളുടെയൊക്കെ കാറ്റ് പോവില്ലേ? 25 വർഷമായി ഈ റൂട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. നീ എന്നെ ദേ പഠിപ്പിക്കുന്നു. ഒരു വലിയ പാണ്ടി ലോറി വന്ന് വണ്ടി വെട്ടിക്ക്. അല്ലേ സാറേ, മരണക്കിണറിനകത്താണ് വണ്ടി ഓടിക്കുന്നത്. ടിക്കറ്റ്സ്. ചില്ലറ തരണേ. അപ്പൊ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് പറഞ്ഞത്? അതെല്ലേ എന്റെ പൊന്ന് സാറേ, ആ. ഈ പെണ്ണുമ്പിള്ളയുടെ വായിൽ നോക്കി ഞങ്ങൾ പന്നിക്കുഞ്ഞുങ്ങളിലോട്ട് ഹമ്പുള്ള വഴിയാ. ഈ ഹമ്പിനകത്ത് കയറി വണ്ടി വല്ല കൊക്കയിലേക്കും പോയാൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്താവും? 25 വർഷമായി ഈ റൂട്ടിലൂടെ ഞാൻ യാത്ര ചെയ്യുന്നു. നീ എന്നെ ദേ പഠിപ്പിക്കുന്നു. ഒരു വലിയ ഹമ്പ് വണ്ടി ചവിട്ട. എന്നാ സാറേ, കുതിര വണ്ടിയാണോ അത്? ആ കണ്ടക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയൂ. സാറേ കോൺട്രാക്ടറെ വിളിക്കണം. സാറിനെ വിളിക്കണം. അയാളോടൊന്ന് ചുമ്മാ ഇരിക്കാൻ പറയൂ. സാറിനോട് ചുമ്മാ ഇരിക്കാൻ. ഞാനാണ് വിളിക്കുന്നതെന്ന് പറയൂ. സാറെ വിളിക്കണം ചെല്ലാൻ. അയാളോടൊന്ന് ചുമ്മാ ഇരിക്കാൻ പറയൂ. അയാളോട് ചുമ്മാ ഇരിക്കാൻ പറഞ്ഞ പുള്ളി. ഞാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു നോക്കണോ? ഞാനാണ് വിളിക്കണേ എല്ലാം പറഞ്ഞു. ഞാൻ ബാലൻസ് കൊടുക്കട്ടു. പുള്ളി ബാലൻസ് കൊടുത്തോണ്ടിരിക്കുവാന്ന്. ആഹാ വരില്ലെന്ന് പറഞ്ഞ വരില്ല. അവൻ അത്രയ്ക്ക് അഹങ്കാരമായി. അവനെ ഇന്നിവിടെ വരുത്താൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല നാടൻ ചോറും കരിമീൻ വറുത്തതുണ്ട്. ഇത് പറയാനാണോ വിളിച്ചത്? ഇട്ട് പൊക്കോ. ഇതിലും ഭേദം വല്ല പോലീസ് സ്റ്റേഷനിലും ചെന്ന് കയറുമായിരുന്നു. ടിക്കറ്റ്സ്. മാവേലിക്കര പോകത്തില്ല, ഹരിപ്പാട് തരാം. തങ്കപ്പ അല്ല, ആ പുള്ളിക്ക് അറ്റാക്ക് ആണോ വല്ല വെള്ളം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. തങ്കപ്പ എന്നാ പറ്റിടൂ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. വണ്ടി എടുക്കണം. ഛർദ്ദിക്കാൻ വന്നു. ദൈവമേ. വെളിച്ചപ്പാടെ ഒരു ജയ് മാതൃഭൂമി വീക്കിലി ലോട്ടറി തന്നെ. അത് സ്റ്റാൻഡിലേക്ക് കിട്ടുള്ളൂ. തനക്ക് എങ്ങോട്ടാ പോകണ്ടേ? യാത്ര ചെയ്യേണ്ട സ്ഥലം പറ. ഒരു കോഴിക്കോട്. ഒരു കോഴിക്കോട്. എന്താ കോഴിക്കോടോ? ആ, എടോ ഇത് കോഴിക്കോട് പോകുന്നില്ല. കോഴിക്കോട് പോത്തില്ല, പിന്നെ എരുമയാണോ ഉള്ളത്? എടോ ഇത് കോഴിക്കോട് പോകുന്ന ബസ്സല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റും. ഇത്രയും ദൂരം വന്ന് കോഴിക്കോട് പോലെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് കോഴിക്കോട് പോകണം. സ്റ്റാൻഡിൽ എത്ര പ്രാവശ്യം അനൗൺസ് ചെയ്തു ഇത് തിരുവനന്തപുരത്തേക്ക് പോണ ബസ്സാണ്. നിങ്ങൾ സ്റ്റാൻഡിൽ അനാവശ്യം ചെയ്തതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? എടാ തനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. ആ. എടോ ഇത് കോഴിക്കോട് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കോഴിക്കോട് ഇത് പോകണം. പോകത്തില്ല. പോണം. ഡ്രൈവർ തങ്കപ്പ വണ്ടി നിർത്തിക്കേ. ഇവിടെ സ്റ്റോപ്പില്ലാട്ടാ. വണ്ടി നിർത്താൻ. സ്റ്റോപ്പില്ലാന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്നോട് ഞാൻ പറഞ്ഞ വണ്ടി നിർത്താൻ. ഇവിടെ സ്റ്റോപ്പില്ലാന്ന് പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക്? മലയാളത്തില്ല എന്നോട് ബസ് ഇറങ്ങി. എടാ ഇത് കോഴിക്കോട് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് കോഴിക്കോട് പോകണം. തന്നോടാ പറഞ്ഞ ബസ്സൊക്കെ ഇറങ്ങാൻ. എനിക്ക് കോഴിക്കോട് പോകണം. പോകില്ല. പോണം. പോകത്തില്ല. തന്നോടാ പറഞ്ഞ പോകുന്നില്ല. Excuse me. മിസ്റ്റർ, എന്നാ kiss me? ഇദ്ദേഹം പറഞ്ഞില്ലേ ഇയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി പോകില്ലെന്ന്? പിന്നെ ഇത്രയും പാസഞ്ചേഴ്സിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണോ? ഇറങ്ങി പോണം മിസ്റ്റർ. എന്റെ കാലേന്ന് ഇറങ്ങിയേക്കാമോ? എന്നാലേ എനിക്ക് പോകാൻ പറ്റും. Useless fellows. രാവിലെ തന്നെ ഒരു ആൾക്കാരെ എടാ മോനെ ജ്യൂസ്ലെസ് ഫെലോ പോടാ. ദേ ജ്യൂസേ പോ. കയ്യിന്ന് വെറുതെ അടി മേടിക്കണ്ട കേട്ടാ. ആരുടെ യൂസ്ലെസ് ഫെലോ? പോടാ വെറുതെ തല്ലുകൊണ്ട് ചാവല്ലേ. താങ്ക് യു സാർ. താങ്ക് യു. നിങ്ങളെപ്പോലുള്ള മാന്യ യാത്രക്കാരാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കണ്ടക്ടേഴ്സിനെ സഹായിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. സാറിന് എവിടെയാണ് പോകേണ്ടത്? എനിക്കൊരു കോഴിക്കോട്. കോഴിക്കോട്. ഇറങ്ങി പോടാ തെണ്ടി. അയ്യോ, വലിയ മാനിനായിട്ട് വന്ന് ബസ്സിലോട്ട് വലിഞ്ഞു എറിഞ്ഞു. പോടാ അവിടുന്ന്. വേണ്ട. ഇത്രയും വലിയ മനുഷ്യനാണെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ അയ്യേ എന്താ അവരോട് രണ്ടുപേരോട് ബസ്സിലോട്ട് കയറാൻ പറഞ്ഞേ. അവർ ഈ ബസ്സിൽ പോകേണ്ട ആൾക്കാരല്ലെന്ന്. ദേ അങ്ങോട്ട് നോക്കിക്കേ. ആ മയിൽക്കുട്ടിയിലോട്ട് കോഴിക്കോട് 2 കിലോമീറ്റർ. അതെന്താ അങ്ങനെ പറ്റിയത്? എനിക്ക് വഴി തെറ്റി. കലാഭവൻ